കോർപ്പറേഷനിലെ അക്കോലി ഡിവിഷനിലെ പ്രധാന ചർച്ച വികസനമാണ്. ഭരണ മികവിനും വികസന തുടർച്ചയ്ക്കുമാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നത്. അതേസമയം അടിസ്ഥാന സൗകര്യ പ്രശ്നവും സുനാമി ഫ്ളാറ്റുകളുടെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടിയാണ് UDFും BJPയും ഇവിടെ വോട്ട് തേടുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് ആക്കോലി ഡിവിഷനിൽ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. സ്ഥാനാർത്ഥി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ്, ഈ കഞ്ഞിയൊക്കെ കുടിച്ച് നടക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട് പ്രചരണം? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ല അനുഭവമാണ്. ഒരു വികസനവും ഇല്ലാത്ത ഡിവിഷനാണ് ആക്കോൽ ഡിവിഷൻ. ഇവിടെ ഏകദേശം 3ഓളം സുനാമി ഫ്ലാറ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ വള്ളക്കടവ് സുനാമി ഫ്ലാറ്റിൽ ഏകദേശം ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ 208 കുടുംബങ്ങളുണ്ട്. തൊട്ടടുത്തുള്ള സ്നേഹതീരത്ത് 136, തൊട്ട് ബാക്കിലുള്ള സുനാമി ഫ്ലാറ്റിൽ ഏകദേശം 40 കുടുംബമുണ്ട്. നരക യാതന അനുഭവിക്കുകയാണ് ആളുകൾ. സെപ്റ്റി ടാങ്കുകൾ പൊട്ടി ഒലിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ അവരുടെ അവസ്ഥ, ഒരു മഴ നല്ലതുപോലെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറി സ്കൂളിലേക്ക് അഭയാർത്ഥികളെ പോകുന്നൊരവസ്ഥയാണ്. മാറ്റമുണ്ടാവും. ഉറപ്പായിട്ടും എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4850 വോട്ടർമാരുണ്ട്. ഞാൻ വിജയിച്ചു വന്നാൽ 4850 വോട്ടർമാർക്ക് വേണ്ടി ഞാൻ ഒരേ കണക്ക് പ്രവർത്തിക്കും. അക്കോലിലെ BJP പ്രചരണവും സജീവമായി തന്നെ തുടരുകയാണ്. പ്രാവശ്യം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാര്യം ജനങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25 വർഷമായിട്ട് LDF തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക ഈ ആക്കോലി ഡിവിഷൻ തന്നെ. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കയറി കണ്ടില്ലേ, അവരുടെയൊക്കെ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ ദുരിതത്തിലാണ് അവർ പറയുന്നത്. ആക്കോലിയിൽ വലിയ വികസനം നടന്നു, അതൊക്കെ അവർ പറയുമല്ലോ. ഇവിടെ 2 സുനാമി ഫ്ലാറ്റ് ഉണ്ട്. ആ സുനാമി ഫ്ലാറ്റിന്റെയൊക്കെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരാതിക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമാണ് ഇവിടെ അവർ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. സുനാമി ഫ്ളാറ്റുകളിലടക്കം വികസനം എത്തിയിട്ടില്ല എന്ന പരാതിയാണ് 2 പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലല്ല, സുനാമി ഫ്ളാറ്റുകളിൽ ചില സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ MLA ഇടപെട്ട് 4 കോടി രൂപ അനുവദിച്ച് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. അതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആക്കോലില് മണ്ണ് ചുവന്ന മണ്ണാണ്, തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ ഈ ജനങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആക്കോലിയിലെ വിജയത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. ആക്കോലിലെ പോരാട്ടം കൂടുതൽ കനക്കുകയാണ്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പോരാട്ടത്തിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നത്. കൊല്ലത്ത് നാരായണൻ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.